അപ്പൊ അടുത്തത് റീത്ത. നമസ്കാരം നമസ്കാരം. ടീച്ചറെ. നമസ്കാരം. 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 ഓക്കെ, പഠിക്കോ? പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പോം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിത്തോമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമേ തൊടികളിൽ കളിയാടാൻ മോഹം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളെ. നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ പൂപാളമായി നിൻ മുന്നിൽ നീ പോലെ തന്നെയാ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. വെരി ഗുഡ്, വെരി വെരി ഗുഡ്, എക്സലന്റ് എക്സലന്റ്, വെരി ഗുഡ് വെരി ഗുഡ്. എവിടെ സ്ഥലം റീത്ത? വയനാടാണ് സാറേ. വയനാട്. കണ്ട, നിങ്ങള് ട്രിവാൻഡ്രത്തും തൃശ്ശൂരും പാലക്കാടും കൊച്ചിയിലുള്ളവരൊക്കെ ഉണ്ടായിട്ട് വയനാട് എന്നുള്ള ആള് ഒന്ന് പൊളിച്ചടിക്കില്ലേ? തൃശ്ശൂരുകാര് വലിയ പുലികളാണ്. വത്സല തൃശ്ശൂർ, ബിൻസി പാലക്കാടൊക്കെ ഉണ്ട്. എന്താണ്, ദുബായിലുള്ളവരുണ്ട്, ഇതിനകത്ത് സൗദിയിലുള്ളവരുണ്ട്. അവസാനം വയനാട്ടിലുള്ളവർ കൊണ്ടുവന്ന് പൊളിച്ചടുക്കി. ഇടുക്കിക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും പൊളിഞ്ഞു അല്ലേ? ബാക്കി ടീച്ചർ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. വളരെ നന്നായിട്ട് പക്ഷെ ഇവിടെ ഈ ഒരു ഇതിൽ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും നമ്മളെ പഠിപ്പിക്കാനും പറ്റിയ ടീച്ചറും മാസ്റ്ററും ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിലും വലിയൊരു ഭാഗ്യം ഇനി വേറെ ഇല്ല. അപ്പം എനിക്ക് കറക്റ്റ് ചെയ്യാനും, എനിക്ക് ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം, പക്ഷെ എനിക്കിത് കൂടുതലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ആദ്യമൊക്കെ ഞാൻ കേട്ട് പഠിച്ചെങ്കിലും ടീച്ചർ പറഞ്ഞു തന്നത് അതുപോലെ എനിക്ക് പാടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. സ്വരങ്ങളും കൂടെ പഠിക്കണം. സ്വരം പഠിക്കണോ? എന്തായാലും എനിക്ക് സാറിന്റെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ഒന്ന് അറിയപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. നന്നായി പാടണം, ഫ്ലോറിലൊക്കെ വന്ന് പാടണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം. സ്റ്റുഡിയോയിൽ ഒന്ന് പാടിയിട്ട് സ്റ്റുഡിയോയിൽ ഒന്ന് പാടുക. 1,00,000 പേരെ പാട്ട് കേൾപ്പിച്ചു തരാം, മതിയോ? ഓക്കെ, താങ്ക് യു. കേട്ടോളൂ, വെല്ലുവിളിക്കണേ. സ്റ്റുഡിയോയിൽ ഒന്ന് പാടുക. ഫേസ്ബുക്കില് റീത്തയുടെ പാട്ട് 1,00,000 പേരെ ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് എന്റെ ഉറപ്പാണ്. കേട്ടല്ലോ? റീത്ത ഒന്ന് പാടിക്കോളൂ. 1,00,000 പേരെ ഞാൻ റീത്തയുടെ വീഡിയോ കേൾപ്പിച്ചു തരാം. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, വേറെ ആയിരിക്കും. അതായത് ഈ സമയം തെളിയാനായിട്ടൊന്നും വേറെ എങ്ങനെ ഇടുത്തി പോലെ വരുന്ന പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊരു ശ്രീജ ഉണ്ടായിരുന്നു, ഭാഗ്യം പോലെ വന്ന ഇടുത്തി പോലെ വന്നതാ. ശങ്കർ മഹാദേവന്റെ കൂടെ പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അസ്യൂം ചെയ്യാത്ത കാര്യമാണ്. സാധാരണക്കാരന് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു അച്ചീവ്മെന്റ് പുള്ളിക്കാരി കിട്ടിയത്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക, അല്ല സോഷ്യൽ മീഡിയയിൽ 2 പാട്ട് ഉണ്ടെങ്കിൽ അത് എവിടേക്ക് എത്തും നമുക്ക് പറയാൻ പറ്റില്ല, ആരുടെ കയ്യിൽ എത്തും പറയാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിൽ വെച്ചോളൂ. അധികം സമയം വൈകണ്ട, ചാൻസുകൾ എപ്പോഴും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പ്രിപ്പയർ വെച്ചോളൂ. സ്റ്റുഡിയോയിലെ അടുത്തതോ അതിന്റെ അടുത്തൊക്കെ വരുമ്പോൾ ഒന്ന് പാടുക, രക്ഷപ്പെടുത്തു. ഓക്കെ, റൈറ്റ്. എല്ലാവരും സൂപ്പർ ഇട്ടു. ഇനി ടീച്ചർക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യണം, ടീച്ചർ? നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടും. അല്ല, ഞാനാ പറഞ്ഞത്, ശാന്തിനി. പറഞ്ഞു ശാന്തിനി. ടീച്ചർ നമസ്കാരം. എല്ലാ ടീച്ചറെ, എനിക്ക് ത്രോട്ട് ഇതായിട്ടും, പക്ഷെ നമ്മൾ ഉറക്കത്തിലും നമ്മൾ ഓരോ നടപ്പിലും ടീച്ചർ പറയുന്ന ഓരോ വാക്ക് മുകളിലോട്ട് പോകണം, താഴോട്ട് പോകണം, അങ്ങനെയുള്ള ടിപ്സുകൾ ഒരു സ്ഥലത്തും പറഞ്ഞു തരാറില്ല. കാരണം കൂടെ പാടുക എന്നുള്ള ഒരു പല്ലവിയാണല്ലോ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നത്. ടീച്ചറിന്റെ ആ ഒരു
മുകളിലോട്ടുള്ള ഓരോ അക്ഷരത്തിലും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഭയങ്കരമായിട്ടും നമുക്കിങ്ങനെ നമ്മൾ പാടി ഒരുപാട് നമ്മൾ ടെൻഷൻ ഇതായിട്ട് ചെയ്തില്ലെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഫോക്കസിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകും. ടീച്ചറെ കാണുമ്പോൾ തന്നെ ഫേസിൽ നമുക്ക് വന്നിരിക്കുക എക്സ്പ്രഷൻസും. അതിവിടെ മാത്രം കിട്ടുന്ന ഒരു എന്താ പറയണ്ട വളരെ വലിയൊരു അറിവാണ്, വേറെ എവിടെയും കിട്ടാറില്ല. പിന്നെ അത് കഴിഞ്ഞ് സാറ് തരുന്ന മരുന്നുകൾ ഭയങ്കരമായിട്ട് അത് ഞങ്ങൾക്ക് എഫക്റ്റ് ആണ്. അത് നമ്മൾ എത്രത്തോളം കഴിച്ചോ അത്രത്തോളം ഞങ്ങളിലേക്ക് അത് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഓരോ കുട്ടികളുടെയും വിജയത്തിന്റെ, പ്രായത്തിൽ മുതിർന്നാണെങ്കിലും വിജയത്തിന്റെ രഹസ്യം ടീച്ചറിന്റെയും സാറിന്റെ അധ്വാനം മാത്രമാണ്. പിന്നെ ഞങ്ങൾ എടുക്കുന്ന എഫർട്ടും. ഞങ്ങളത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ അധ്വാനിക്കാം, സാറ് തന്നാ മതി, ടീച്ചറും തന്നാ മതി. താങ്ക് യു ഗോഡ് ബ്ലസ്. താങ്ക് യു സോ എല്ലാവർക്കും മച്ച്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. എല്ലാവരും വന്ന് പഠിച്ച് പാടിയില്ല. സാർ നല്ല ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ടീച്ചറിനോട് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയുന്നു. ടീച്ചറിനോട് സാറിന്റെ ടിപ്സും ടീച്ചറിന്റെ ആ പാട്ട് പഠിപ്പിക്കാനുള്ള ആ കഴിവും ഞാൻ ഒരുപാട് ഉപകാരപ്പെട്ടു. കാരണം ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ പഠിച്ചു വെച്ചിരുന്ന ഈ പാട്ട്. അത് പിന്നെ ടീച്ചർ അത് ശരിയായിട്ട് എനിക്ക് പാടാൻ പറ്റിയത് ടീച്ചർ പഠിപ്പിച്ചത് കൊണ്ടാണ്, സാറും അതിന്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ്. റൈറ്റ്. കലറാണി, അതിനുശേഷം മത്സര തൃശൂർ. ഒന്ന് റോൾ ചെയ്തു സ്ക്രീൻ. കലറാണി ദുബായിൽ നിന്നാണ്. ഈ ശ്രീരാഗം എന്നുള്ള പാട്ട് പാടാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് സിറ്റുവേഷൻ? നമസ്കാരം ടീച്ചർ. നമസ്കാരം സാർ. ഇല്ല, നമസ്കാരം. എനിക്ക് നേരത്തെ അത് പാടാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ സ്വരങ്ങളാണ്, അത് പാടാൻ പറ്റൂലായിരുന്നു. ടീച്ചർ പഠിപ്പിച്ചു തന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. താങ്ക് യു ടീച്ചർ. എന്താ പറയുക. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ്. അടുത്തത് വത്സല തൃശൂർ. അഡ്മിറ്റ് ചെയ്തോ. വത്സല തൃശൂർ, സർ. ശ്രീരാഗം എന്നുള്ള പാട്ട് ആ പാടാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇപ്പുണ്ട്. ഓക്കെ. ആദ്യം തന്നെ സാർ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് ഭയങ്കര ബിഗ് താങ്ക്സ് സാറിന്. താങ്ക് യു പിന്നെ ടീച്ചർ ഇത് പഠിപ്പിച്ചു തന്നതിന്, അതുകൊണ്ട് മാത്രമാണ് ഇത് പാടാൻ ശ്രമിക്കുന്നത്. എന്താ വെച്ചാൽ ഈ സ്വരങ്ങൾ കാരണം ഇത് പാടാണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോ ഇത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ എത്ര പേര് നന്നായി പാടിയിരിക്കുന്നത്. ഇത് ടീച്ചർ അത് പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത് പാടാൻ പറ്റുന്നത്. താങ്ക് യു വെരി മച്ച് ടീച്ചർ. വളരെ സന്തോഷമുണ്ട്. ഇത് താങ്ക് യു എന്തായാലും സോ നന്നായി മച്ച്. പഠിച്ചു പാടും എന്തായാലും. സ്റ്റേജിലേക്ക് പാടി തകർക്കൂ. അടുത്തത് ശ്രീകല ഹരിലാൽ ഒന്ന് പറഞ്ഞോ. സാറേ നമസ്കാരം. അതായത് വയസ്സിന് അതീതമായിട്ടും ശ്രീരാഗം എന്നുള്ള പാട്ട് പാടാൻ പറ്റും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ശ്രീകലയുടെ വയസ്സ് ഞാൻ പറയുന്നുണ്ട്. കുഴപ്പമുണ്ടോ? ഇല്ല. 50 വയസ്സുള്ള ഞങ്ങളുടെ കമ്മിറ്റിയിലെ അംഗമാണ് ശ്രീകല. എന്ന് ഭംഗിയായിട്ട് ഈ ഗാനം ആലപിക്കുന്നുണ്ടായി. എന്ത് തോന്നുന്നു? ഇതിനു മുമ്പ് ഈ പാട്ട് പാടാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ? അതോ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ്? ഇന്നത്തെ ആ ഒരു ആത്മവിശ്വാസം എന്താണ് ശ്രീകലയുടെ? ഈ പാട്ട് ശരിക്കും ഞാൻ നേരത്തെ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. കാരണം ഇത് എനിക്ക് പാടാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. ഇത് പാടിയൊന്നും നമ്മളെ കൊണ്ട് ഫലിപ്പിക്കാൻ പറ്റും. സാർ ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോഴും ഞാനിവിടെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, സാർ എന്ത് വിചാരിച്ചിട്ടാണോ ഈ പാട്ട് ഇട്ടിരിക്കുന്നത്? പല്ലോ ഏതെങ്കിലും കാലത്ത് ഇത് പാടാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ ഇതിപ്പോ നമുക്ക് വല്ലാത്ത ടീച്ചറിന്റെ ഒരു കഴിവ് തന്നെയാണ്, ടീച്ചറിന്റെയും സാറിന്റെയും കഴിവ് തന്നെയാണ്. അത് വല്ലാത്തൊരു കോൺഫിഡൻസ് നമ്മൾ അത് പാടാൻ കഴിയും എന്നുള്ളത് മനസ്സിലായി. ടീച്ചറിന്റെ സാറിനും അഭിനന്ദനങ്ങൾ ഒരുപാട്. താങ്ക് യു. അപ്പൊ 2 പേര്. ഡോക്ടർ നസറുദ്ദീൻ അൻവിറ്റി പറഞ്ഞു. ഡോക്ടർ നസറുദ്ദീൻ സാർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ പാട്ട് പഠിപ്പിക്കണമെന്ന് സാറിനോട് റിക്വസ്റ്റ് ചെയ്തത് ഞാനാണ്. കാര്യം ഈ പാട്ട് ശരിയല്ലേ? അതെ. അപ്പൊ വെച്ചാൽ ഈ പാട്ട് പണ്ട് മുതലേ കേട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സ്വരം പേടിച്ച് പാടാതിരിക്കുകയായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരു ഒപ്പിക്കാന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഇത് സാറിപ്പോ ഇതിൽ ഇട്ടതോടുകൂടി തന്നെ ഇത് പാടാമെന്നുള്ളൊരു ധൈര്യം വന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഘടകം. ആ പാട്ട് നമുക്ക് എടുക്കാൻ. സാധാരണ ഈ പാട്ട് പറഞ്ഞ പോലെ ആരും പേടിച്ചിട്ട് എടുക്കില്ല. നോർമൽ സിംഗേഴ്സ് ആരും എടുക്കില്ല. അപ്പൊ ഇത് പാടാന്നുള്ള രീതിയിൽ സ്ലോയിലൊക്കെ ഇട്ട് തന്നപ്പോ നമുക്ക് പാടാം, നമുക്ക് നോക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ആദ്യം വന്നു. അല്ലല്ല മീൻസ് അപ്പൊ അത്രയും ഇഷ്ടമായ ഒരു പാട്ടായിരുന്നു. അപ്പൊ അത് ഏതായാലും അത് ഇതിൽ കൂടി ഈ നമ്മുടെ ഈ SMH ഗ്രൂപ്പിൽ വന്നുകൂടി ഇത് മറ്റു പല പാട്ടുകളും പോലെ ഈ പാട്ട് പാടാനുള്ള ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും ഒക്കെ വന്നതിനകത്ത് ആദ്യം ടീച്ചർക്കും നന്ദി, സാറിന് പ്രത്യേകം നന്ദി. പാടാൻ സഹായിക്കട്ടെ ജഗദീശൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി ആരാണ്? അജോലിപ്പോ പറഞ്ഞോ. റീത്തയും കൂടി പാടിയിട്ട് പറഞ്ഞോ. ആരാണ്? വത്സല പറഞ്ഞോ. നമസ്കാരം സാർ. താങ്ക് യു. ഒരുപാട് നന്ദി ടീച്ചർക്കും മാഷക്കും. കാരണം എന്ന് വെച്ചാല് ഈ പാട്ട് പണ്ട്
ഗാനമേളകളിലൊക്കെ സ്റ്റേജിൽ എല്ലാരും പാടുന്ന കേൾക്കുമ്പോൾ കൊതിയോടെ കേട്ടിട്ടുണ്ട്. ഈശ്വര, എനിക്കൊക്കെ ഈ പാട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാടാൻ പറ്റുമോ, ഒന്ന് മൂളാൻ പറ്റുമോ എന്ന്. പക്ഷെ ആ ഒരു കാര്യം സാധിപ്പിച്ചു തന്നതിന് രണ്ടുപേരോട് ഒരുപാട് നമസ്കാരം. കാരണം ഇത് നമ്മളെ നൃത്തം എന്ന് പറഞ്ഞാല് സാറിന്റെ ശിക്ഷണം ഒരുപാട് ഞങ്ങള് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയും അത് കൂടാൻ കഴിയട്ടെ. ഒരുപാട് നന്ദി സാറേ. ഒരുപാട് ഒരുപാട്. ഇനിയും ഇതുപോലത്തെ കട്ടിയുള്ള പാട്ടുകൾ ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. നമുക്ക് എന്തായാലും ഒരു വലിയ ഉപകാരപ്പെടും. എന്തായാലും ഒരുപാട് നന്ദി. റീത്ത തൊട്ടടുത്ത് ഷഹനാസ് ഉണ്ട്. രാജു. അജോ ലിപ്പോ പറഞ്ഞോ. നമസ്കാരം സാർ. നമസ്കാരം ടീച്ചർ. ഞാനും വളരെ പേടിച്ചിട്ട് പാടാൻ ഒരു പാട്ടായിരുന്നു ഇത്. എല്ലാരും ഇത് പാടുമ്പോ ഞാൻ വിഷമിച്ച് ഞാനത് ശ്രദ്ധിക്കാറില്ല. എനിക്കത് പാടാൻ പറ്റത്തില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ഒരു ഉപബോധത്തിൽ ഇരുന്നാണ്. എന്റെ ഹസ്ബൻഡൊക്കെ എപ്പോഴും പറയും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് സങ്കടമായി. അല്ലാത്ത പാട്ടൊന്നും പാടുമ്പോ അതൊന്നും ഇഷ്ടമാണെന്ന് പറയത്തില്ല. പക്ഷെ ഈ പാട്ട് എപ്പോഴും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്കത് പാടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും സാർ ആ പാട്ട് എടുക്കുകയും ടീച്ചർ അത് പഠിപ്പിക്കുകയും ചെയ്തപ്പോ എനിക്കത് പാടാൻ സാധിച്ചു. ഞാൻ വിചാരിച്ചില്ല ഇത്ര നന്നായിട്ട് പാടാൻ പറ്റുമെന്നൊന്നും. നന്നായിട്ട് പാടാൻ സാധിച്ചു. സ്വരവും പാടാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. അത് ടീച്ചർ സാറിന്റെ ആ പഠന രീതി കൊണ്ട് മാത്രമാണ്. വളരെ ഉപകാരം സാർ. വളരെ നമസ്കാരം സാർ. നമസ്കാരം ടീച്ചർ. നമസ്കാരം സാർ. ഈ ശ്രീരാഗമോ പാട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് തന്നെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഇതിലെ വരികളും ലിറിക്സും, ജോലി ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുവാണെങ്കിലും ഇത് തന്നെ ഫുൾ വായിൽ. അത്രയും മനോഹരമായിട്ട് ഇതിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ടീച്ചറും സാറും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വരങ്ങളും കൂടി ഇപ്പൊ വളരെ പെട്ടെന്ന് പഠിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ആയപ്പം ഈ പാട്ടിന് എവിടെയും ഒരു ടെൻഷൻ ഇല്ലാതെ പാടാന്നൊരു മനസ്സ് വന്നിട്ടുണ്ട്. അത് പഠിപ്പിച്ചതിന് രണ്ടുപേർക്കും നന്ദി. ഞാൻ പറഞ്ഞല്ലോ സാറേ. ഒന്നുമില്ല, എന്താ പറയാ, സാർ എടുക്കുന്ന ഓരോ പാട്ടുകളും ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നുക. ഇതില് സാറോട് പഠിപ്പിച്ച പാട്ടുകളാണ് ഞാൻ ഫ്ലോറിൽ കൂടുതലും പാടിയത്. ഞാൻ ആദ്യം ഇത് കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് പാടാൻ കഴിയുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അല്ലേ? ഇതിൽ ഭൂരിഭാഗം 4 പാട്ട് ഞാൻ ഇതിൽ പാടിയത് സാറ് പഠിപ്പിച്ച പാട്ടുകളാണ്. പക്ഷെ സാർ ഇതില് ഈ എന്താ പറയാ ഗ്രൂപ്പിൽ ഈ ഇത് വരുമ്പോ, ലിങ്ക് വരുമ്പോ, ഓപ്പൺ ചെയ്യാൻ വരുമ്പോ അത് നമ്മളിത് പാടി ശരിയാവും എന്നൊക്കെ തോന്നലുണ്ട്. പക്ഷെ സാറ് പഠിപ്പിച്ച 4 പാട്ട് ഞാൻ ഫ്ലോറിൽ പാടിയിട്ടുണ്ട്. ഇനി ശ്രീരാഗമവും പാടും. താങ്ക് യു. താങ്ക് യു ടീച്ചർ. പഠിച്ചിട്ട്